എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എനസ്റ്റ് അക്കാഡമി. ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സോ ഫസ്റ്റ് സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഒരു 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. സോ ബാക്കി 50 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ചോദ്യം ഇതാണ്: ഇൻ അക്കോർഡൻസ് ടു ദ PLC പ്രോഗ്രാം ഡെവലപ്ഡ് ഫോർ എ സ്പെസിഫിക് മെഷീൻ, ദ എം കോഡ് യൂസ്ഡ് ഫോർ സ്പിൻഡിൽ ഓൺ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. അല്ലെ, സ്പിൻഡിലിന്റെ ക്ലോക്ക് വൈസ് റൊട്ടേഷനുമായി ബന്ധപ്പെട്ട് നമ്മളുടെ എം കോഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ നമുക്കറിയാം, ഓപ്ഷനെ കൊടുത്ത് M02, M03, ഓപ്ഷൻ സി M04, ഓപ്ഷൻ ഡി M05. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം M03 തന്നെയാണ് നമ്മളുടെ സ്പിൻഡിലിന്റെ എന്താണ് ക്ലോക്ക് വൈസ് റൊട്ടേഷന്റെ എം കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം: എ മൈക്രോ കമ്പ്യൂട്ടർ ദാറ്റ് സ്റ്റോർ ദ പ്രോഗ്രാം ആൻഡ് എക്സിക്യൂട്ട് ദ കമാൻഡ് ഇൻ ടു ആക്ഷൻ ബൈ ദ മെഷീൻ ടൂൾ ഈസ് നോൺ ആസ്. അപ്പോൾ ഒരു മൈക്രോ കമ്പ്യൂട്ടർ ആണ്. സോ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എന്തായിരിക്കും, അത് MCU ആണ് അല്ലെ, സോ മെഷീൻ കൺട്രോൾ യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഡ്രൈവിംഗ് സിസ്റ്റം ആണ്, ഓപ്ഷൻ ബി ഫീഡ്ബാക്ക് സിസ്റ്റം, ഓപ്ഷൻ സി ഇൻപുട്ട് ഡിവൈസ്, ഓപ്ഷൻ ഡി മെഷീൻ കൺട്രോൾ യൂണിറ്റ്. സോ ഇത്തരത്തിൽ മൈക്രോ കമ്പ്യൂട്ടർ ദാറ്റ് സ്റ്റോർ ദ പ്രോഗ്രാം ആൻഡ് എക്സിക്യൂട്ട് ദ കമാൻഡ് ഇൻ ടു ആക്ഷൻ ബൈ ദ മെഷീൻ ടൂൾ ഈസ് നോൺ ആസ് മെഷീൻ കൺട്രോൾ യൂണിറ്റ്. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം: ATC ഇൻ CNC മെഷീൻ. ATC എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ATCയുടെ ഫുൾ ഫോം ആണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചർ, ഓപ്ഷൻ ബി അക്യുറേറ്റ് ടൂൾ ചേഞ്ചർ, ഓപ്ഷൻ സി അനിമേറ്റഡ് ടൂൾ ചേഞ്ചർ, ഓപ്ഷൻ ഡി ആക്സിലറേറ്റഡ് ടൂൾ ചേഞ്ചർ. സോ ATCയുടെ ഫുൾ ഫോം ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചർ എന്നുള്ളത് തന്നെയാണ്. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം: ഡ്രിൽ ചക്ക് അഡാപ്റ്റർ ഈസ് എ. ഡ്രിൽ ചക്ക് അഡാപ്റ്റർ ഈസ് എ. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് കട്ടിംഗ് ടൂൾ, ഓപ്ഷൻ ബി വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്, ഓപ്ഷൻ സി ടൂൾ ഹോൾഡിംഗ് ഡിവൈസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. അപ്പൊ ഡ്രിൽ ചക്ക് അഡാപ്റ്റർ അല്ലെ, ഡ്രിൽ ചക്ക് അഡാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി നമുക്കറിയാം ഒരു ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് ആണ്. ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് ആണെന്നുള്ളത് അറിയാം അല്ലെ. സോ ഡ്രില്ല്, നമുക്ക് സ്ട്രൈറ്റ് ഷാങ്ക് ഡ്രില്ലുകളൊക്കെ നമുക്ക് ചക്കില് നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. സോ ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് ആണ് ഉത്തരമായിട്ട് വരിക. മറ്റു ചോദ്യം: ജി വേർഡ് അല്ലെങ്കിൽ ജി കോഡ് ഇൻ ഈച്ച് ബ്ലോക്ക് ഓഫ് എ പാർട്ട് പ്രോഗ്രാം റെപ്രസെന്റ്. ഓരോ പാർട്ട് അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിലും ജി വേർഡ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് സീക്വൻസ് നമ്പർ, ഓപ്ഷൻ ബി പ്രിപ്പറേറ്ററി വേർഡ്, ഓപ്ഷൻ സി സ്പിൻഡിൽ സ്പീഡ്, ഓപ്ഷൻ ഡി ടൂൾ സെലക്ഷൻ. സോ നമുക്കറിയാം ജി കോഡുകൾ പ്രിപ്പറേറ്ററി കോഡുകളാണ് അല്ലെങ്കിൽ വേർഡുകളാണ്. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. 56ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. CNC കോഡ് യൂസ്ഡ് ടു സ്റ്റോക്ക് റിമൂവൽ. CNC കോഡ് യൂസ്ഡ് ടു സ്റ്റോക്ക് റിമൂവൽ ഇൻ ടേണിംഗ്. ടേണിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷനിൽ സ്റ്റോക്ക് റിമൂവൽ നമ്മൾ യൂസ് ചെയ്യുന്ന CNC കോഡ് ജി കോഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് G71, ഓപ്ഷൻ ബി G72, ഓപ്ഷൻ സി G73, ഓപ്ഷൻ ഡി G74. സോ റൈറ്റ് ആൻസർ വിൽ ബി G71 ആണ്. നമ്മളുടെ ഈ പറയുന്ന സ്റ്റോക്ക് റിമൂവൽ ഇൻ ടേണിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് G71 ആണ്. മറ്റൊരു ചോദ്യം: ഇൻ CNC മെഷീൻ എ മാനുവൽ മോഡ് അലോ ഓപ്പറേറ്റർ ടു മൂവ് ദ ആക്സിസ് ആൻഡ് സ്പിൻഡിൽ ഓഫ് ദ മെഷീൻ. ഇത്തരത്തിൽ ആക്സിസും സ്പിൻഡിലും ഒക്കെ മാനുവലി നമ്മളെ മൂവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മോഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ഓട്ടോ മോഡാണ്, ഓപ്ഷൻ ബി MDI മോഡ്, ഓപ്ഷൻ സി MPG മോഡ്, ഓപ്ഷൻ ഡി ജോക്ക് മോഡ്. അല്ലെ, ഇത്തരത്തിൽ മാനുവൽ ഡേറ്റ ഇൻപുട്ട് MDA മോഡ്, സോ പൾസ് ജനറേറ്ററി മാനുവൽ പൾസ് ജനറേറ്ററി MPG മോഡ്, ഓപ്ഷൻ ഡി ജോഗ് മോഡ്. സോ ബേസിക്കലി നമുക്കറിയാം ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ജോഗ് മോഡാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം: എ CNC lathe, the relationship between feed rate per minute and feed rate per revolution. ആ ഒരു റിലേഷൻ എന്താണെന്നുള്ളതാണ് ഇവിടെ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത്. ഫീഡ് പെർ മിനിറ്റ് ഈസ് ഈക്വൽ ടു സ്പിൻഡിൽ സ്പീഡ് ഇൻടു ഫീഡ് പെർ റെവല്യൂഷൻ. സോ അത് തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം: the component of a CNC vertical machining center, the component of a CNC vertical machining center that controls the servo motor movement by sending low energy command. അല്ല, ഇത്തരത്തിൽ ലോ എനർജി കമാൻഡ് കൊടുത്തുകൊണ്ട് സെർവോ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മെഷീനിങ് സെന്ററിലെ VMC-യിലെ കമ്പോണന്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ MCU, ഓപ്ഷൻ ബി ഇന്റർപ്രറ്റർ, ഓപ്ഷൻ സി ATC, ഓപ്ഷൻ ഡി
പൾസ് ട്രാൻസ്മിറ്റർ. സോ ഉത്തരം എന്താ? ഓപ്ഷൻ എ MCU തന്നെയാണ്. ഇത്തരത്തിൽ MCU ആണ് നമ്മൾ സിഗ്നൽസ് കൊടുക്കുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യം, ഇൻ ദ കണ്ടിന്യൂസ് പാത്ത് മെത്തേഡ് ഓഫ് മോഷൻ, the continuous path method of motion control system, which of the following interpolation method is not used എന്നാണ്. സോ നമുക്കറിയാം ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ലീനിയർ ആണ്, ഓപ്ഷൻ ബി സിലിണ്ട്രിക്കൽ, ഓപ്ഷൻ സി ഹെലിക്കൽ, ഓപ്ഷൻ ഡി പാരാബോളിക്. സോ നമുക്ക് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി സിലിണ്ട്രിക്കൽ തന്നെയാണ് വരുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഐഡന്റിഫൈ ദ സെൻസർ used for safety monitoring of CNC machine. Sensor used for safety monitoring of CNC machine. Option A, limit switch. Option B, photoelectric sensor. Option 3 അല്ലെങ്കിൽ ഓപ്ഷൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഹീറ്റ് ഓർ സ്മോക്ക് സെൻസർ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രഷർ സെൻസർ. ഓക്കെ, സോ ഐഡന്റിഫൈ ദ സെൻസർ യൂസ്ഡ്. ലിമിറ്റ് സ്വിച്ച്, ഫോട്ടോഇലക്ട്രിക് സെൻസർ, ഹീറ്റ് ഓർ സ്മോക്ക് സെൻസർ, പ്രഷർ സെൻസർ. സോ എല്ലാം എന്ത് തന്നെയാണ്? നമ്മളുടെ ഉത്തരം തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. The primary rotary axis in CNC. Primary rotary axis. Rotary എന്ന് പറഞ്ഞാൽ with respect to axis റൊട്ടേറ്റ് ചെയ്യുന്നു. റോട്ടറി ആക്സിസ് ഇപ്പൊ XYZ ആക്സിസുകൾക്ക് with respect to റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ XYZ, ഓപ്ഷൻ ഡി R ഒമേഗ തീറ്റ, ഓപ്ഷൻ സി ആൽഫ ബീറ്റ ഗാമ, ഓപ്ഷൻ ഡി ABC. സോ നമുക്കറിയാം ABC തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാകുക. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, എ കമാൻഡ് മോഡ് or coordinate that has been set previously and can be optionally omitted from the program statement. The ചോദ്യം എന്താണ്? The command mode or coordinate that has been set previously and can be optionally omitted from program statement എന്ന് പറയുന്നത്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ഫുൾ ഫ്ലോട്ടിംഗ് റെഫറൻസ്, ഓപ്ഷൻ ബി ഡിഫോൾട്ട് എൻട്രി, ഓപ്ഷൻ സി പ്രോഗ്രാം റെഫറൻസ് 0, ഓപ്ഷൻ ഡി നൾ എൻട്രി. സോ ഇവിടെ ഉത്തരമായിട്ട് വരാൻ സാധ്യത കൂടുതൽ ഡിഫോൾട്ട് എൻട്രി ആയിരിക്കും. ഡിഫോൾട്ട് എൻട്രി ആണ്. ഡിഫോൾട്ട് എൻട്രി എന്ന് പറയുമ്പോൾ നമുക്ക് നിലവിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ കോർഡിനേറ്റ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്നിരിക്കട്ടെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒറിജിനുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്തുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ ഡിഫോൾട്ട് എൻട്രി, നൾ എൻട്രി എന്ന് പറയുന്നുണ്ടാവുക അവിടെ നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് അവിടെ ഇത്തരത്തിൽ നൾ എൻട്രി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ തന്നെയും ഡിഫോൾട്ട് എൻട്രി ആണ് കുറച്ചുകൂടി ഉത്തരം വരാൻ സാധ്യത കൂടുതൽ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഫൈൻ. G21 കമാൻഡ് റെപ്രസെന്റ്. G21 കമാൻഡ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? മെട്രിക് വാല്യൂ, ഓപ്ഷൻ ബി ഡ്വെൽ, ഓപ്ഷൻ സി സെറ്റ് ഡാറ്റം, ഓപ്ഷൻ ഡി ഇൻക്രിമെന്റൽ പ്രോഗ്രാമിംഗ്. അല്ലെ, സോ G21 കമാൻഡ് റെപ്രസെന്റ് എന്താണ്? മെട്രിക് വാല്യൂ. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ, മെട്രിക് വാല്യൂ. ആഡിങ് കൊബാൾട്ട് ടു ഹൈ സ്പീഡ് സ്റ്റീൽ ഇൻക്രീസസ്. കൊബാൾട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, HSSനകത്ത് കൊബാൾട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ കൊറോഷൻ റെസിസ്റ്റൻസ്, ഓപ്ഷൻ ബി സ്ട്രെങ്ത്, ഓപ്ഷൻ സി മെഷീനബിലിറ്റി, ഓപ്ഷൻ ഡി റെഡ് ഹാർഡ്നെസ്. സോ കൊബാൾട്ട് നമ്മൾ HSനകത്തേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഇംപ്രൂവ് ദ റെഡ് ഹാർഡ്നെസ്. ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, കട്ടിംഗ് ടൂൾ വെയർ caused due to ion exchange phenomenon. Cutting tool wear caused due to ion exchange phenomenon between tool and workpiece, causing oxidation and subsequent breakdown is option A attrition wear, option B diffusion wear, option C electrochemical wear, option D abrasion wear. So the right answer will be electrochemical wear ആണ് ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം, when plotted on a log graph, the relationship between tool life and cutting speed can be represented using option A straight line, option B parabola, option C hyperbola, option D C curve. Right answer will be straight line ആയിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യം, with respect to a CNC in operation, what do you understand by the term jog? jog എന്ന് പറയുന്ന ടേം CNCയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? ഓപ്ഷനെ കൊടുത്തിരിക്കുന്നത് a dial control to fine-tune feed rate, option D a switch that stop the normal range of axis travel, option C a normal movement of CNC axis instituted by the operator, option D a red button that hold all axis motion. So the right answer and then option C will be the right answer, a normal movement of the CNC axis instituted by the operator. So manually നമ്മൾ ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റ് ആണ് ബേസിക്കലി ജോഗ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവുക.
മറ്റൊരു ചോദ്യം സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് അബൌട്ട് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നോക്കി ഇവിടെ ലൈക്ക് കറക്റ്റ് ആയിട്ടുള്ള നോക്കി ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്. സോ PPE 5 എന്ന് പറയുന്നത് PPE 5 എന്ന് പറയുന്നത് നമുക്കറിയാം. സോ ഐസ് ആൻഡ് ഫേസ് പ്രൊട്ടക്ഷൻ ആണ്. PPE 6 എന്ന് പറയുന്നത് 6 എന്ന് പറയുന്നത് ക്ലോത്ത് ലൈക്ക് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആൻഡ് കവറിങ് ആണ്. സോ 7 എന്ന് പറയുന്നുണ്ടാവുക നമുക്കറിയാം 7 ദാറ്റ് ഈസ് ഇയേഴ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്, ഇയേഴ്സ് പ്രൊട്ടക്ഷൻ ആണ്. ഓപ്ഷൻ 8 എന്ന് പറയുന്നത് നമുക്കറിയാം ദാറ്റ് ഈസ് സേഫ്റ്റി ബെൽറ്റ് ഹാർനസ് ആണ്. സോ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഈ രീതിയിലാണ് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. മറ്റേ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിലേറ്റഡ് ടു ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഫയർ എക്സ്റ്റിംഗ്വിഷറുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? The main distinguishing feature of dry powder extinguisher is a fork-shaped nozzle. അത് കറക്റ്റ് ആണ്. ഫോം എക്സ്റ്റിംഗ്വിഷർ ഈസ് യൂസ്ഡ് വെയർ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഈസ് ഫോം നമ്മൾ യൂസ് ചെയ്യാറില്ല ഇലക്ട്രിക്കൽ, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോം എക്സ്റ്റിംഗ്വിഷർ ആർ മോസ്റ്റ് സൂട്ടബിൾ ഫോർ ഫ്ലെയിമബിൾ ലിക്വിഡ് ഫയർ ആൻഡ് റണ്ണിംഗ് ലിക്വിഡ് ഫയർ. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫയർ ഡ്യൂ ടു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ക്യാൻ ബി എക്സ്റ്റിംഗ്വിഷ്ഡ് ബൈ കൂളിംഗ് വിത്ത് വാട്ടർ. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 1ഉം 3ഉമാണ് കറക്റ്റ്. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ട്രൂ റിലേറ്റഡ് ടു കളർ കോഡ് ഓഫ് ബിൻ ഫോർ വേസ്റ്റ് സെഗ്രിഗേഷൻ? റെഡ് ഈസ് യൂസ്ഡ് ടു മെറ്റൽ കറക്റ്റ് ആണ്. ബ്ലൂ ഈസ് യൂസ്ഡ് ടു പേപ്പർ കറക്റ്റ് ആണ്. യെല്ലോ ഈസ് യൂസ്ഡ് ടു ഫുഡ്, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. യെല്ലോ യൂസ്ഡ് പേപ്പർ, അത് റോങ് ആണ്. റെഡ് ഈസ് യൂസ്ഡ് ഫോർ മെറ്റൽ, അത് കറക്റ്റ് ആണ്. ഗ്രീൻ ഈസ് യൂസ്ഡ് ഫോർ ഗ്ലാസ്, അതും കറക്റ്റ് ആണ്. പക്ഷേ യെല്ലോ യൂസ്ഡ് ഫോർ പേപ്പർ എന്നുള്ളത് അതും തെറ്റാണ്. സോ 1ഉം 2ഉം റോങ് ആണ്. യെല്ലോ യൂസ്ഡ് ഫോർ പ്ലാസ്റ്റിക് യെല്ലോ കറക്റ്റ് ആണ്. പ്ലാസ്റ്റിക് യെല്ലോ കറക്റ്റ് ആണ്. റെഡ് ഈസ് യൂസ്ഡ് ഫോർ മെറ്റൽ കറക്റ്റ് ആണ്. ഗ്രീൻ ഈസ് യൂസ്ഡ് ഫോർ ഫുഡ്, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അഗെയിൻ മൂന്നാമത്തത് റോങ് ആണ്. യെല്ലോ യൂസ്ഡ് ഫോർ പ്ലാസ്റ്റിക് കറക്റ്റ് ആണ്. റെഡ് ഈസ് യൂസ്ഡ് ഫോർ മെറ്റൽ കറക്റ്റ് ആണ്. ഗ്രീൻ ഈസ് യൂസ്ഡ് ഫോർ ഗ്ലാസ് കറക്റ്റ് ആണ്. സോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നാലാമത്തെ മാത്രമാണ് കറക്റ്റ്. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. 72ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇൻ ABC ഓഫ് ഫസ്റ്റ് എയ്ഡ് എ ഡിനോട്ട്സ് അല്ലെ, ABCയിൽ എ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? അത് അറ്റൻഷൻ ആണോ? ഓപ്ഷൻ ബി അറസ്റ്റിംഗ്, ഓപ്ഷൻ സി അറ്റ്മോസ്ഫിയർ, ഓപ്ഷൻ ഡി എയർവേ. സോ നമുക്കറിയാം എ എന്ന് പറയുന്നത് എയർവേ ആണ്. സോ ABCയിൽ എ എന്ന് പറയുന്നതാണ് എയർവേ ആണെന്നുള്ള അറിയാം അല്ലെ. സോ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈസ് ഫിൽഡ് വിത്ത് കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് ബ്രോമോ ക്ലോറോ ഡൈഫ്ലൂറോ മീതെയിൻ? സോ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഫോം എക്സ്റ്റിംഗ്വിഷർ, ഓപ്ഷൻ ബി ഡ്രൈ പൗഡർ എക്സ്റ്റിംഗ്വിഷർ, ഓപ്ഷൻ സി ഹാലോൺ എക്സ്റ്റിംഗ്വിഷർ, ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിംഗ്വിഷർ. സോ ഇവിടെ ഉത്തരം എന്താണ്? നമുക്കറിയാം ഹാലോൺ എക്സ്റ്റിംഗ്വിഷറിലാണ് CTC ലൈക്ക് കാർബൺ ടെട്രാക്ലോറൈഡും അതുപോലെ തന്നെ ബ്രോമോ ക്ലോറോ ഡൈഫ്ലൂറോ മീതെയിനും നമ്മൾ ഫിൽ ചെയ്തിട്ടുള്ളത്. ഹാലോൺ എക്സ്റ്റിംഗ്വിഷർ. മറ്റൊരു ചോദ്യം, ഹൗ ദ ഫയർ എക്സ്റ്റിംഗ്വിഷർ ആർ ഫംഗ്ഷൻ ടു സ്റ്റോപ്പ് ഫയർ അല്ലെ, ഫയർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവുക? സോ പുൾ, എയിം, സ്ക്യൂസ്, സ്വീപ്പ്. ഓപ്ഷൻ ബി പുൾ, എയിം, സ്വീപ്പ്, സ്ക്യൂസ്. ഓപ്ഷൻ സി എയിം, സ്ക്യൂസ്, പുൾ, സ്വീപ്പ്. ഓപ്ഷൻ ഡി എയിം, പുൾ, സ്ക്യൂസ്, സ്വീപ്പ്. സോ അവിടെ പുൾ, എയിം, സ്ക്യൂസ്, സ്വീപ്പ് ആണ് ഉത്തരം വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് സീക്വൻസ് ഓഫ് 5S കോൺസെപ്റ്റ്? 5S കോൺസെപ്റ്റിന്റെ കറക്റ്റ് സീക്വൻസ് ഏതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സോർട്ട്, ഷൈൻ, സെറ്റ്, സ്റ്റാൻഡർഡൈസ്, സസ്റ്റെയിൻ. ഓപ്ഷൻ ഡി സോർട്ട്, സെറ്റ്, ഷൈൻ, സസ്റ്റെയിൻ, സ്റ്റാൻഡർഡൈസ്. ഓപ്ഷൻ സി സോർട്ട്, സെറ്റ്, ഷൈൻ, സ്റ്റാൻഡർഡൈസ്, സസ്റ്റെയിൻ. ഓപ്ഷൻ ഡി സോർട്ട്, സെറ്റ്, സസ്റ്റെയിൻ, സ്റ്റാൻഡർഡൈസ്, ഷൈൻ. ഓക്കെ, ആദ്യം സോർട്ട് ചെയ്യാം, അതിനുശേഷം സെറ്റ് ചെയ്യാം, പിന്നീട് അത് ക്ലീൻ ചെയ്യുക, പിന്നീട് സ്റ്റാൻഡർഡൈസ് ചെയ്യുക, പിന്നെ അത് സസ്റ്റെയിൻ ചെയ്യുക. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഫയർ എക്സ്റ്റിംഗ്വിഷറുമായി ബന്ധപ്പെട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. സോ ക്ലാസ് എ ഫയർ എന്നുള്ളത് നമുക്കറിയാം വുഡ്, പേപ്പർ, ക്ലോത്ത്, സോളിഡ് മെറ്റീരിയൽ. ക്ലാസ് ബി എന്ന് പറയുന്നുണ്ടാവുക ലൈക്ക് നമുക്കറിയാം ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഫയർ ആണ്. ക്ലാസ് സി എന്ന് പറയുന്നത് ഗ്യാസ് ലിക്വിഫൈഡ് ആണ്. ഓപ്ഷൻ ക്ലാസ് ഡി എന്ന് പറയുന്നത് മെറ്റൽ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ ഫൈൻ. സോ ഉത്തരം എന്താ വരിക? ഉത്തരം ലൈക്ക് 1 ബി ആണ്. സോ ഒന്നാമത്തത് ബി, 2 ഡി,
രണ്ടാമത്തത് ഡി ആണ് കറക്റ്റ്. ഓക്കെ, സി എന്ന് പറയുന്നത് 3, 3C, 4 എ. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. What is the shape of warning sign? Warning sign ന്റെ ഷേപ്പ് എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ എ സ്ക്വയർ, ഓപ്ഷൻ ബി സർക്കുലർ, ഓപ്ഷൻ സി ട്രയാങ്കുലർ, ഓപ്ഷൻ ഡി സ്ക്വയർ ഓഫ് ഒബ്ലോങ്. സോ റൈറ്റ് ആൻസർ ഈസ് ട്രയാങ്കുലർ ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ കറക്റ്റ് ഓർ ട്രൂ റിലേറ്റഡ് ടു ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ളത് എന്താണ് ചോദ്യം. സോ place a pillow under the head of unconscious person, give an unconscious person any food or drink, splash water on the face of an unconscious person to revive him. Option D, do not leave the unconscious person alone. So അവിടെ നമുക്ക് ഉത്തരം വരുന്നുണ്ടാവുക ഓപ്ഷൻ only 4 ആണ്. Do not leave the unconscious person alone. മറ്റേ ചോദ്യം, 1 micron is equal to 1 micron എന്ന് പറയുന്നത് എന്താണ്? ലൈക്ക് 0.1 mm, 1 mm, 0.001 mm, 0.01 mm. Yes, right answer is 0.001 mm. മറ്റേ ചോദ്യം, which marking media give very clear line but to take more time for drying than the other marking media? More time for drying than other marking media. So whitewash, option D Prussian blue, option C marking blue, option D cellulose lacquer. Right answer is Prussian blue ആണ് ഉത്തരമായിട്ട് വരിക. Option D will be the right answer. മറ്റേ ചോദ്യം, which caliper has one leg with adjustable divider point while the other leg is bent? അല്ലെ, ബെൻഡ് ലെഗ് അല്ലെങ്കിൽ ഓഡ് ലെഗ് കാലിപ്പറിന്റെ ഏതാണെന്ന്? ഓപ്ഷൻ ഡി ഡിവൈഡർ, ഓപ്ഷൻ ബി ഇൻസൈഡ് കാലിപ്പർ, ഓപ്ഷൻ സി ഔട്ട്സൈഡ് കാലിപ്പർ, ഓപ്ഷൻ ഡി ജെന്നി കാലിപ്പർ. യെസ്, റൈറ്റ് ആൻസർ വിൽ ബി ജെന്നി കാലിപ്പർ. Which among the following is not a part of divider? ഡിവൈഡറിന്റെ ഒരു പാർട്ട് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ കോർക്ക്, ഓപ്ഷൻ ബി പെഗ്, ഓപ്ഷൻ സി ഫെൽക്രം, ഓപ്ഷൻ ഡി ബോൾ. സോ ഇവിടെ ഉത്തരം വരാൻ സാധ്യതയുള്ളത് ബോൾ ആണ്. സോ ബോൾ വിൽ ബി ദ റൈറ്റ് ആൻസർ. വിച്ച് പഞ്ച് ഗീവ് വൈഡ് ആൻഡ് നോട്ട് വെരി ഡീപ് പഞ്ചിങ് മാർക്ക്? അല്ലെ, ഇത്തരത്തിൽ വളരെ വൈഡ് ആയിട്ടുള്ളതും വളരെ ഡെപ്ത് കുറഞ്ഞതുമായിട്ടുള്ള മാർക്ക് കിട്ടുന്ന പഞ്ച് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ പ്രിക് പഞ്ച്, ഓപ്ഷൻ ബി സെന്റർ പഞ്ച്, ഓപ്ഷൻ സി പിൻ പഞ്ച്, ഓപ്ഷൻ ഡി ഡോട്ട് പഞ്ച്. Right answer will be center punch. Dash hammers are used for general work in machine or fitting shop. General വർക്കുകൾക്ക് യൂസ് ചെയ്യുന്ന ഹാമർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷൻ എ സ്ട്രെയിറ്റ് പിൻ ഹാമർ, ഓപ്ഷൻ ബി ക്രോസ് പിൻ ഹാമർ, ഓപ്ഷൻ സി ബോൾ പിൻ ഹാമർ, ഓപ്ഷൻ ഡി സ്ലഡ്ജ് ഹാമർ. റൈറ്റ് ആൻസർ വിൽ ബി ബോൾ പിൻ ഹാമർ. മറ്റു ചോദ്യം, വിച്ച് among the following is not a use of ട്രൈ സ്ക്വയർ? ട്രൈ സ്ക്വയറിന്റെ യൂസ് അല്ലാത്തത് ഏത്? മെഷറിംഗ് 90 ഡിഗ്രി, set workpiece at right angle, option C check the squareness, option D mark lines 90 degree at the edges of the workpiece. നമുക്കറിയാം ട്രൈ സ്ക്വയറിന്റെ സഹായത്തോടുകൂടി മെഷർ ചെയ്യാൻ സാധിക്കില്ല. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റേ ചോദ്യം, the protractor head is used for marking and measuring angles with an accuracy of dash degree. പ്രൊട്രാക്ടർ ഹെഡ് നമ്മൾ കോമ്പിനേഷൻ സെറ്റിലെ പ്രൊട്രാക്ടർ ഹെഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 0.5 ഡിഗ്രി, ഓപ്ഷൻ ബി 0.05 ഡിഗ്രി, ഓപ്ഷൻ സി 2 ഡിഗ്രി, ഓപ്ഷൻ ഡി 1 ഡിഗ്രി. സോ റൈറ്റ് ആൻസർ ഈസ് 1 ഡിഗ്രി. മറ്റു ചോദ്യം, സർഫസ് പ്ലേറ്റ് യൂസ്ഡ് ഫോർ മെഷീൻ ഷോപ്പ് വർക്ക് ആർ അവൈലബിൾ ഇൻ ഡാഷ് ഗ്രേഡ്സ്? ഗ്രേഡ് 1, ഗ്രേഡ് 1 and 2, ഗ്രേഡ് 1, 2 and 3, ഗ്രേഡ് 1, 2, 3 and 4. യെസ്, റൈറ്റ് ആൻസർ ഈസ് 1, 2, 3 ഗ്രേഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. Which parallel block is used for general machine shop work? General machine shop വർക്കുകളിൽ നമ്മൾ ഗ്രേഡ് എ, ഗ്രേഡ് ബി, ഗ്രേഡ് സി, ഗ്രേഡ് ഡി. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഗ്രേഡ് ബി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. മറ്റു ചോദ്യം, which are the correct statement in case of screw thread micrometer? സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്ററുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ആക്യുറസി ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ് ഈസ് 0.001 mm. യെസ്, അത് സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓപ്ഷൻ എ നമുക്ക് നോക്കാം. രണ്ടാമത്തെ നോക്കി, ഇറ്റ് ഈസ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ആക്യുറസി ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ് ഈസ് 0.01 mm. ഓക്കെ, അപ്പൊ സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്നാമത്തത് റോങ് ആണ്, രണ്ടാമത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്റർ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് പിച്ച് ഡയമീറ്റർ, അത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ എൻഷർ പ്രൊഫൈൽ അല്ലെങ്കിൽ ലൈക്ക് എന്താണ് സ്ക്രൂ ത്രെഡിന്റെ പ്രൊഫൈൽ ഐഡന്റിഫൈ ചെയ്യാനെന്നുള്ളതല്ല, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് അല്ല. സോ അതുകൊണ്ട് തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സോ 2ഉം 3ഉമാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. നെയിം ദ വെർനിയർ ഹൈറ്റ് ഗേജ് പാർട്ട് ഷോൺ ഇൻ ദ ഫിഗർ. വെർനിയർ ഹൈറ്റ് ഗേജിന്റെ ഈ ഒരു പോർഷൻ ഏതാണെന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ബേസ് പോർഷൻ ആണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. മറ്റു ചോദ്യം, വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ കേസ് ഓഫ് ഇൻസൈഡ് മൈക്രോമീറ്റർ?
ഇൻസൈഡ് മൈക്രോമീറ്ററുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ സർക്കംഫറൻസ് ഓഫ് ദ ബിവലറ്റ് ഓഫ് തിമ്പിൾ ഇസ് ഗ്രാജുവേറ്റഡ് ഇൻ 50 ഡിവിഷൻ. 50 ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സർക്കംഫറൻസ് ഓഫ് ബിവലറ്റ് ഓഫ് തിമ്പിൾ ഇസ് ഗ്രാജുവേറ്റഡ് ഇൻ 25 ഡിവിഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. വൺ കംപ്ലീറ്റ് ടേൺ ഓഫ് തിമ്പിൾ ഇറ്റ് മൂവ്സ് ഫോർവേഡ് ഓർ ബാക്ക്വേർഡ് ബൈ 1 ത്രെഡ് പിച്ച് 0.5 mm കറക്റ്റ് ആണ്. സോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കംപ്ലീറ്റ് ടേൺ ഓഫ് തിമ്പിൾ ഇറ്റ് ഈസ് മൂവ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ബൈ 1 ത്രെഡ് പിച്ച് 0.01 mm എന്നാണ് കൊടുത്തിരിക്കുന്നത്. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1 ഉം 3 ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. യെസ്, ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റേ ചോദ്യം, ദ അക്യുറസി ഓഫ് കോമൺ ടൈപ്പ് വെർണിയർ കാലിപ്പർ വിച്ച് യൂസ്ഡ് ഫോർ മെഷറിംഗ് ലൈക് മെഷറിംഗ് സർഫസ്. അപ്പം ഇത്തരത്തിൽ ടേണിംഗ് സർഫസുകൾ യൂസ് ചെയ്യുന്ന വെർണിയർ കാലിപ്പറിൽ അതിന്റെ അക്യുറസി എത്രയാണെന്നുള്ള ചോദ്യം ജനറൽ കോമൺ ആയിട്ടുള്ളത് ഓപ്ഷൻ എ 0.02 mm തന്നെയാണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റേ ചോദ്യം, വിച്ച് ആർ ദ സ്റ്റേറ്റ്മെന്റ് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് വെർണിയർ ഡ്യുവൽ പ്രൊട്രാക്ടർ. അപ്പോൾ വെർണിയർ ഡ്യുവൽ പ്രൊട്രാക്ടർ ആസ് പെർ ദ മെഷീനിസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. സോ ഡ്യുവൽ പ്രൊട്രാക്ടർ ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ആംഗിൾ ടു ആൻ ആക്യുറസി ഓഫ് 5 മിനിറ്റ്. കറക്റ്റ് ആണ്. ഡയൽ ഓഫ് ഡ്യുവൽ പ്രൊട്രാക്ടർ ഇസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് സ്റ്റോക്ക്. സോ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് അത് പറയുന്നത് 5 സെക്കൻഡ് ആണ് അതിന്റെ ആക്യുറസി എന്നാണ്. അത് റോങ് ആണ്. മറ്റൊരു ഡയൽ ഓഫ് ഡ്യുവൽ പ്രൊട്രാക്ടർ ഇസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ബ്ലേഡ് എന്ന് പറയുന്നത് അത് റോങ് ആണ്. സോ 1 ഉം 2 ഉം ആണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റേ ചോദ്യം, നെയിം ദ പാർട്ട് ഓഫ് വെർണിയർ കാലിപ്പർ വിച്ച് മൂവ്സ് ഓവർ ദ ബീം ആൻഡ് ക്യാൻ ബി സെറ്റ് ഇൻ എനി പൊസിഷൻ ബൈ മീൻസ് ഓഫ് സ്പ്രിംഗ് ലോഡഡ് തംബ് ലീവർ. സോ അത് നമുക്കറിയാം, അത് സ്ലൈഡർ ആണ്. ദാറ്റ് ഈസ് വെർണിയർ സ്ലൈഡ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് an instrument which state that two different scale are constructed on a single known length of a line and difference between them is taken for fine adjustment. സോ നമുക്കറിയാം വെർണിയർ കാലിപ്പറിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണത്. തരത്തിൽ വെർണിയർ സ്കെയിൽ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം, ഇൻ എ വെർണിയർ ഹൈറ്റ് ഗേജ് ഫൈനർ അഡ്ജസ്റ്റിംഗ് സ്ലൈഡ് ഹാസ് ടു ബി ലോക്ക്ഡ് ഇൻ പൊസിഷൻ ഫോർ ദ അപ്രോക്സിമേറ്റ് ഹൈറ്റ് ആസ് റിക്വയർഡ്. To get exact markable height, the final adjustment have to be carried on the slider with the help of option A jock clamp, option B finer adjusting slide, option C locking screw, finer adjusting nut. Yes, option D will be the right answer. മറ്റൊരു ചോദ്യം, the other name of graduated sleeve of micrometer. അല്ലെ, മൈക്രോമീറ്ററിന്റെ സ്ലീവിന്റെ മറ്റൊരു പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ റാച്ചറ്റ്, ഓപ്ഷൻ ബി ബാരൽ, ഓപ്ഷൻ സി പിച്ച് സ്ക്രൂ, ഓപ്ഷൻ ഡി സ്ക്രൈബർ. യെസ്, റൈറ്റ് ആൻസർ വിൽ ബി barrel. മറ്റൊരു ചോദ്യം, the instrument used to true and align machine tool fixtures to test and inspect the size, trueness of finished part or finished work to an accuracy of 0.01 mm. അപ്പോൾ ഇത്തരത്തിൽ അലൈൻമെന്റ് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ ട്രൂനെസ് ചെക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ സഹായിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഹാവിംഗ് an accuracy of 0.01 mm. സ്ക്രൂ പിച്ച് ഗേജ്, ബോർ ഗേജ്, dial indicator, depth gauge. Yes, right answer will be dial indicator. മറ്റൊരു ചോദ്യം, among them which are the features of flexible hacksaw blade. Flexible hacksaw blade എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഫുൾ ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ബിറ്റ്വീൻ ദ പിൻ ഈസ് ഹാർഡൻഡ്. ഫുൾ ലെങ്ത് എൻറ്റയർ ആയിട്ടുള്ള ലെങ്ത് ഹാർഡൻ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇത്തരത്തിൽ ഫുൾ ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ബിറ്റ്വീൻ ദ പിൻ ഈസ് ഹാർഡൻഡ് എന്നാണ് പറയുന്നത്. സോ അത് റോങ് ആണ്. ദ ടീത്ത് ഓഫ് ദ ബ്ലേഡ് ആർ ഓൺലി ഹാർഡൻഡ്. അത് കറക്റ്റ് ആണ്. ഫ്ലെക്സിബിൾ ബ്ലേഡ് ഷുഡ് ബി തിന്നർ ദാൻ ഓൾ ഹാർഡ് ബ്ലേഡ്. അത് കറക്റ്റ് ആണ്. ഫ്ലെക്സിബിൾ ബ്ലേഡ് ആർ യൂസ്ഡ് ഫോർ സോയിങ് ഹാർഡർ മെറ്റൽ ലൈക്ക് ടൂൾ സ്റ്റീൽ, ഡൈ സ്റ്റീൽ. അത് റോങ് ആണ്. സോ 2ഉം 3ഉം ആണ് കറക്റ്റ്. ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. among them which are the features of double cut file. ഡബിൾ കട്ട് ഫയലുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഫസ്റ്റ് റോ ഓഫ് ടീത്ത് ഈസ് നോൺ ആസ് ഓവർ കട്ട് ആൻഡ് ടീത്ത് ആർ കട്ട് ആൻ ആംഗിൾ ഓഫ് 51 എന്നാണ് പറയുന്നത്. സോ അത് റോങ് ആണ്. ഫസ്റ്റ് റോ ഓഫ് ടീത്ത് ഈസ് നോൺ ആസ് അപ്പ് കട്ട്, ദ ടീത്ത് ആർ കട്ട് ആൻഡ് ആംഗിൾ ഓഫ് 70 എന്നാണ് പറയുന്നത്. അത് റോങ് ആണ്. ഫസ്റ്റ് റോ ഓഫ് ടീത്ത് ഈസ് നോൺ ആസ് ഓവർ കട്ട് ആൻഡ് ടീത്ത് ആർ കട്ട് ആൻ ആംഗിൾ ഓഫ് 70 ഡിഗ്രി. അത് കറക്റ്റ് ആണ്. ലൈക്ക് എ ഡബിൾ കട്ട് ഫയൽ ഹാസ് എ 2 row of teeth cut diagonal to each other. കറക്റ്റ് ആണ്. അപ്പോ 3ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാകും. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത സെഷനിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണും വരെ നന്ദി, നമസ്കാരം.